ഇപ്പോൾ ഒരു കേസ് എനിക്കെതിരെ കൊടുത്തിരിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായൊരു സംഭവമാണ്. കൊട്ടാരമറ്റത്തുള്ള ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമാണ് ഞാൻ ഉന്നയിച്ചത്. അതിന് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അവിടെ നിലനിർത്തണം. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതമാർഗ്ഗമാണ്. അവർക്ക് സ്ഥിരമായ അപകടം ഉണ്ടായപ്പോൾ അത് ബസ് സ്റ്റാൻഡ് സൈഡിലോട്ട് മാറ്റിയിട്ടു. അത് ആർക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല. അത് ഏതാണ്ട് ഒരു മാസക്കാലമായിട്ട് അത് പ്രവർത്തിക്കുന്നതാണ്. അതൊരു ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നും അല്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു ന്യൂസിലൂടെ അത് സ്ഥിരമായിട്ട് ഈ നമ്മുടെ ഏതാനും ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ചാനലിലൂടെ അതിങ്ങനെ ഒരു വാർത്തയാക്കി ജനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ വിഷയങ്ങൾ ഇപ്പം ഭരണപ്രതിസന്ധി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വിഷയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിലാണ്. കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ആയിട്ടുള്ള ഞാൻ, രജിത പ്രകാശ്, ടോണി, ഞങ്ങളുള്ളവർ കൃത്യമായിട്ടൊരു നിലപാടെടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളെ നമുക്ക് ചേർത്ത് നിർത്തണം. കാരണം ഇത് ഏറ്റവും ഇവിടെ ഒരു അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെതിരെ സ്വതന്ത്ര മുന്നണി ആണ് അതിനെതിരെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ വ്യാപാരികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാർ, ഇപ്പോൾ പാലയെ സംബന്ധിച്ച് ചെരുപ്പ് കുത്തുന്ന അവർ, അതുപോലെ തന്നെ കുട നന്നാക്കുന്നവർ, കടല വറക്കുന്നവർ, എല്ലാവരും തീർച്ചയായിട്ടും ചെയർപേഴ്സൺ അടക്കമുള്ളവരാണല്ലോ. അവരാണ് ഇതിന് വേണ്ടിയിട്ട് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പിന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലായിരുന്നല്ലോ. അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രശ്നമുണ്ട്. ഈ വിഷയം കോൺഗ്രസിൻ്റെ ചർച്ചയിലേക്ക് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ വന്ന് ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും കൗൺസിലേഴ്സും കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു. ഞങ്ങളെ എല്ലാ കാര്യത്തിലും കോൺഗ്രസിനെ ഇതിനെ അവഗണിക്കുന്നു. അതുപോലെ കൃത്യമായ തെളിവുകൾ കൊടുത്തു. വൈസ് ചെയർമാനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. പല ഭീഷണികളും ഞങ്ങൾക്കെല്ലാം എതിരെ വരുന്നു. ഈ വിഷയങ്ങളെല്ലാം ഈ അവസരത്തിൽ ജനമധ്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ മറ്റ് വിഷയങ്ങൾ, അപ്പോൾ യഥാർത്ഥ വിഷയങ്ങളും എല്ലാം ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പാലാ നഗരസഭയിൽ ഒരു കുടുംബാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് അവരെ സംബന്ധിച്ച് ഈ ഒരു മോഷണ കേസ് കൊടുക്കുമ്പോൾ ഞാൻ ആ മോഷണ കേസിനെ സംബന്ധിച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചെയർപേഴ്സൻ്റെ വാച്ച് മോഷണം പോയി, ഫയൽ മോഷണം പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് നടപടി എടുക്കുമ്പോൾ ആ നഗരസഭ ഹാളിൽ ഇതിനു മുമ്പ് നടന്ന ഒരു മോഷണമുണ്ട്. ആ മോഷണത്തിലെ പ്രതികളെ തന്നെ അത് നോക്കിയാൽ സാധാരണ പോലീസ് നടപടി അങ്ങനെയാണല്ലോ. സമാന തരത്തിലുള്ള മോഷണം നടത്തിയിട്ടുള്ളത് ഈ ചെയർപേഴ്സൻ്റെ അച്ഛൻ ബിനു പുളിക്കക്കണ്ടമാണ്. ആ മോഷണത്തിൻ്റെ നടത്തിയെന്ന് പറയുമ്പോൾ അതിന് അന്വേഷണം നടക്കുകയാണ്. പ്രതിയെ ആരാണെന്ന് പ്രതിയായിട്ടുള്ള ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ജാമ്യം എടുത്ത് നിൽക്കുന്ന ആളാണെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ മോഷണത്തിൽ ആ രീതിയിലൊരു അന്വേഷണം നടക്കട്ടെ. അപ്പോൾ ഇതുവരെ ഒരു തരം മോഷണത്തിലോ അല്ലെങ്കിൽ ഒരു തരം കേസിലോ പെടാത്ത ഒരാളാണ് ഞാൻ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഒക്കെ അടച്ച് ഒരു 10-80 ജോലിക്കാരെ ജോലി കൊടുക്കുന്ന അങ്ങനെ ഒരു സ്ഥാപനവും കാര്യങ്ങളൊക്കെ നടത്തുന്നയാളാണ്. നേരെ തിരിച്ച് ഇവിടെ പല മാഫിയകളും, അതായത് പ്രത്യേകിച്ച് ഇവിടെ ബ്ലേഡ് മാഫിയ, ഇതിനൊക്കെ നേതൃത്വം നൽകുന്നവരൊക്കെയാണ് ഈ വാർത്തകളുമായിട്ട് പോകുന്നത്. അപ്പം അന്വേഷണം പോലീസ് കൃത്യമായിട്ട് കേരള പോലീസ് നടത്തും. ആ കേരള പോലീസ് എന്നെ വിളിച്ച് ഒരു ഹാളിൽ കൊണ്ട് ഒരു ചോദ്യം ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ ചെയർപേഴ്സൻ്റെ ഹാളിൽ നിന്ന് മോഷണം പോയാൽ അത് പോലീസ് അത് ഉത്തരം പറയട്ടെ. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞു, ഈ നമ്മൾ പറയുന്ന ഈ സ്വതന്ത്ര കൂട്ടായ്മ ഇവിടുത്തെ പാലായിലെ പൊതുജനം പറയുന്ന ഒരു എന്താ പറയുക ഈ അവസരവാദ കൂട്ടായ്മ. കാരണം അവർ അവസരവാദം വന്നാണ് ഞങ്ങളുടെ കൂടെ എത്തുന്നത്. അവിടെ പോയി കുറേ കാര്യങ്ങൾ ചോദിച്ചു ഇടതുപക്ഷത്ത്, അതിനേക്കാൾ കൂടുതൽ ഇവിടെ കിട്ടുമെന്ന് കരുതി ഇങ്ങോട്ട് വരുന്നു. ആ അവസരവാദ കൂട്ടായ്മ എന്ന് പറയുന്ന ഇവർ പറയുന്ന സ്വതന്ത്ര കൂട്ടായ്മ UDF-ലില്ല. UDF-ൽ ആകെയുള്ള കക്ഷികളെന്ന് പറഞ്ഞാൽ കോൺഗ്രസും കേരള കോൺഗ്രസും KDP-യുമാണ് എന്നുള്ള വിവരം സംസ്ഥാന നേതാക്കൾ രേഖാമൂലം ഞങ്ങളെ അറിയിക്കുകയും അത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് അങ്ങോട്ട് മാറുകയാണെന്ന് പറയുന്നത്. അതാണല്ലോ അതിൻ്റെ സത്യവും. കുറേ വികസനത്തെ പറ്റി പറയുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലെന്നുള്ളതാണ് എനിക്കും അറിയാം. ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണം പോലും കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതായിരുന്നല്ലോ ഏറ്റവും അത്യാവശ്യം. ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ അത് നടത്താതെ കൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ, ഉദാഹരണത്തിന് മീനച്ചിലാറിന് കുറുകെ ഒരു ഊഞ്ഞാൽ പാലം അല്ലെങ്കിൽ ആ പാലം ഉണ്ടാക്കുന്ന പ്രഖ്യാപനം, അങ്ങനെയുള്ള കുറേ പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ മഴക്കാലത്ത് റോഡ്
റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക, പുല്ല് വഴി സൈഡിലുള്ളത് വെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യം ചെയ്യേണ്ടത്. പ്രയോറിറ്റി വേണമെന്ന് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞതാണ്. പാലായിലെ മുനിസിപ്പാലിറ്റിയിൽ നല്ല ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ കുറേ പ്രഖ്യാപനങ്ങളുമായിട്ട് പോയിട്ട് മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണുള്ളത്. വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ കൂടേണ്ട ഒരു കൃത്യമായ യോഗമുണ്ട്. ആ യോഗം, അതായത് വികസന കൂട്ടായ്മയുണ്ട്. ഇത് ഈ 6 മാസമായിട്ട് കൂടാനായിട്ട് സാധിക്കുന്നില്ലാത്തത് ഈ ചെയർപേഴ്സൻ്റെ പരാജയമാണ്. ചെയർപേഴ്സനെ ഞങ്ങളും ഈ സമൂഹവും കണ്ടിരുന്നത് ഒരു വലിയ വ്യക്തിയായിട്ട് മുമ്പോട്ട് വരേണ്ട ആളാണ്. പക്ഷേ ഇപ്പം പച്ച കള്ളം വിളിച്ച് പറയുന്ന ആ അച്ഛനോടൊപ്പം കൂടി നിന്നുകൊണ്ട് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവിടെ മോഷണം നടന്നത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ എല്ലാവർക്കും. അവിടെ പോലീസ് നിൽക്കുമ്പോൾ അവിടെ മോഷണം നടക്കുക മാത്രമല്ല, ഏറ്റവും അവസാനം ആ മുറിയിലേക്ക് ഓടി വന്ന് കയറിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും, അതായത് ചെയർപേഴ്സണും ഈ ബിനുവാണ്, അച്ഛനുമാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അന്വേഷണം നടക്കണം. തീർച്ചയായിട്ടും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികളെ കണ്ടെത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതൊരു രീതിയിലുള്ള ഓരോ വാർഡിലെ പ്രശ്നങ്ങളെടുത്ത് പൊതു പ്രശ്നങ്ങൾ പറയുമ്പം എല്ലാത്തിലും ഇവർക്ക് ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം അവർ വാർത്തയിൽ ചേരാത്തത്, അവരുടെ വരാത്ത ഒറ്റ കാര്യവും പാടില്ല. അപ്പം ഏതെങ്കിലും ഒരു ചെറിയ കാര്യം, ഇപ്പം നിസ്സാരമായിട്ട് ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റികൾക്കും അതിൻ്റേതായ ഒരു അംഗീകാരവും കാര്യങ്ങളും അവകാശങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് അവർ കയറി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെല്ലാം തടസ്സം നിൽക്കും. നിസ്സാരമായ കാര്യങ്ങൾ പോലും, ഒരു 10 മീറ്റർ ഭാഗത്ത് ഒരു പുല്ല് വെട്ടണമെങ്കിൽ പോലും അത് നേരെ പോയി ബിനുവിനോട് ചോദിച്ചാലേ നടക്കുകയുള്ളൂ. കംപ്ലീറ്റ് ഒരു ഏകാധിപത്യം, അതായത് ഒരു ജന്മി സ്വഭാവത്തിൽ പാലാ മുനിസിപ്പാലിറ്റിയെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഏറെക്കുറെ അവർ ഈ പാലായിലെ എല്ലാവരെയും ഒരു ഭീഷണിയുടെ സ്വരം, ഇപ്പോൾ തന്നെ മുനിസിപ്പൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതറിയാം. അവസാനം വന്ന മുറിയിൽ പരിശോധന നിയമപ്രകാരം വരുന്ന പോലീസുകാരനെ പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് ഇപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് മുതലുണ്ട്. ഇദ്ദേഹം ഒരു മുനിസിപ്പൽ ടൗൺ ഈ ഹാളിൽ വെച്ച്, അതായത് ഈ മീറ്റിംഗ് കൂടുന്ന ഹാളിൽ വെച്ച് സഹപ്രവർത്തകനെ തല്ലിച്ചതച്ചത് ലോകം മുഴുവനും കണ്ടതാണ്. ഇദ്ദേഹം എപ്പോഴും കള്ളപ്പരാതികൾ കൊടുക്കും. കോളേജിൻ്റെ ഇലക്ഷൻ കാലത്ത് ഇദ്ദേഹം ഇതുപോലെ സഹപ്രവർത്തകനെ തല്ലിയിട്ടുണ്ട്. ഇദ്ദേഹം തല്ലിയവരുടെ ലിസ്റ്റ് എടുത്താലില്ലേ, ഒരു ചെറിയ യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഈ പാലായിലുണ്ട്. അത് അങ്ങനെ തല്ലിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ കോൺഗ്രസ് ഇപ്പം അധികാരത്തിൽ വന്നത് ഈ ഭൂഷ സ്വഭാവങ്ങൾക്കും ഈ അക്രമങ്ങൾക്കൊക്കെ എതിരുള്ള ഒരു വലിയ സന്ദേശം നാടിന് കൊടുത്തുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നമ്മുടെ ചെറുപ്പക്കാരെ തല്ലിച്ചതച്ചതിനൊക്കെയുള്ള മറുപടിയാണ് കേരളത്തിലെ ഈ പുതിയ ഭരണം വന്നിരിക്കുന്നത്. അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നല്ല പോലീസ് സംവിധാനത്തിലോട്ട് വരുമ്പം ഇത്തരം സ്വഭാവമുള്ളവരെ അത് കാപ്പായ ചുമത്തേണ്ടതിനാണ്. അങ്ങനെ ചുമത്തി അത് മാറ്റി നിർത്തണം. അവരെക്കെതിരെ നടപടി സ്വീകരിക്കണം അടിയന്തരമായിട്ട്. ഇപ്പം കൗൺസിലിൻ്റെ ഹാളിൻ്റെ അവിടെ വെച്ച്, അതായത് ചെയർപേഴ്സൻ്റെ ക്യാബിന് വെച്ച് കയ്യേറ്റം ചെയ്ത എൻ്റെ പരാതിയുണ്ട്. ആ പരാതിയിൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. അതിന് വേണ്ടിയും കൂടി ഞാൻ ഈ അവസരം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.